നമസ്കാരം. ഹോർമൂസ് കടലിടുക്കിന്റെ തന്ത്രപ്രധാനമായ മേഖലകളിലൊന്നായ ഖെസം ദ്വീപിൽ വ്യാഴാഴ്ച ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായും ഇറാനിയൻ സായുധ സേനയും ശത്രുപക്ഷവും തമ്മിൽ നേരിട്ടുള്ള വെടിവെപ്പ് നടന്നതായും ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ സ്ഥിരീകരിച്ചു. ഖെസം ദ്വീപിലെ ബഹ്മാൻ പിയറിലുണ്ടായ സ്ഫോടനങ്ങൾ മേഖലയിലെ സംഘർഷാവസ്ഥ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം ഇറാനിലെ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലും വ്യോമാക്രമണങ്ങൾ നടന്നതായി ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യ അശാന്തമാവുകയാണ്. എന്നാൽ ഈ ആക്രമണങ്ങൾ നിലവിലുള്ള വെടിനിർത്തലിന്റെ അവസാനമായോ യുദ്ധത്തിന്റെ പുനരാരംഭമായോ കണക്കാക്കേണ്ടതില്ല എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. അതേസമയം മേഖലയിലെ ചില രാജ്യങ്ങളുടെ സഹകരണത്തോടെ അമേരിക്ക തങ്ങളുടെ സിവിലിയൻ മേഖലകൾക്ക് നേരെയാണ് വ്യോമാക്രമണം നടത്തിയതെന്ന് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡ് ആരോപിച്ചു. ഈ സൈനിക നടപടിയെ ഒരു ലവ് ടാപ്പ് അഥവാ സ്നേഹപൂർവമായ ഒരു തട്ട് മാത്രമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഈ പ്രത്യാക്രമണം വെടിനിർത്തൽ കരാറിനെ ലംഘിക്കുന്നില്ല എന്നും കരാർ ഇപ്പോഴും പ്രാബല്യത്തിലുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. തങ്ങളുടെ 3 അത്യാധുനിക ഡിസ്ട്രോയർ കപ്പലുകൾ ഹോർമൂസ് ഇടുക്കിലൂടെ യാതൊരു കേടുപാടുകളും കൂടാതെ കടന്നുപോയതായും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും അമേരിക്കൻ സേന വിജയകരമായി തകർത്തു. ഇറാന്റെ പക്കലുള്ള ചെറിയ ബോട്ടുകളും ആക്രമണത്തിനുപയോഗിച്ച മറ്റ് സന്നാഹങ്ങളും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാന്റെ ഭരണകൂടത്തെ രൂക്ഷമായി വിമർശിച്ച ട്രംപ് അവർ ആണവായുധം ഉപയോഗിക്കാൻ മടിക്കാത്തവരാണെന്നുള്ള എന്നാൽ അതിന് ഉള്ള അവസരം താൻ നൽകില്ലെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എത്രയും വേഗം സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇതിലും ശക്തമായ തിരിച്ചടി ഇറാന് നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മേഖലയിൽ സംഘർഷം നിലനിൽക്കുമ്പോഴും ഒരു സ്ഥിരമായ സമാധാന കരാറിനായുള്ള ശ്രമങ്ങൾ വൈറ്റ് ഹൗസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധം 48 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള 14 ധാരണാപത്രം ഇതിനോടകം തയ്യാറായിട്ടുണ്ട്. ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കം ചെയ്യുക, മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ വിട്ടുനൽകുക, യുറേനിയം സമ്പുഷ്ടീകരണത്തിന് നിശ്ചിത പാത ഒരുക്കുക എന്നിവയാണ് ഈ നിർദ്ദേശത്തിലുള്ളത്. സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടക്കുന്നത്. ഈ കരാർ ഒപ്പിടുകയാണെങ്കിൽ ഹോർമൂസ് ഇടുക്ക് വീണ്ടും തുറക്കുന്നതും ഇറാന്റെ ആണവ പദ്ധതിക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതും സംബന്ധിച്ച് 30 ദിവസത്തിനുള്ളിൽ വിപുലമായ ചർച്ചകൾ നടക്കും. അടുത്ത 12 മുതൽ 15 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണമെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം രാജ്യമിടണമെന്നും ഈ കരാറിൽ വ്യവസ്ഥയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒബാമ ഭരണകാലത്തെക്കുറിച്ച് മുൻപ് കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്ന ട്രംപ് ഇപ്പോൾ പുതിയ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ ആ പഴയ കരാറിന് സമാനമാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഉപരോധങ്ങൾ നീക്കുന്നതും യുറേനിയം സമ്പുഷ്ടീകരണം 3.67% പരിമിതപ്പെടുത്തുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. സമാധാന കരാറിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ വലിയ ഇടിവുണ്ടായിരുന്നു. ബ്രെന്റ് ക്രൂഡ് വില 10% കുറഞ്ഞ് ബാരലിന് $100 താഴെയെത്തി. ഓഹരി വിപണിയിൽ വൻ മുന്നേറ്റമാണ് ഈ വാർത്തകൾ തുടർന്ന് രേഖപ്പെടുത്തിയതാൽ സമാധാന ശ്രമങ്ങൾക്കിടയിലും ഇസ്രായേൽ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും നേരെ ശക്തമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ.